ഇന്നത്തെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിറ്റർമിനൻസിൻ്റെ വാല്യൂ കാണാനും അതിൻ്റെ പ്രോബ്ലവും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ്. അതിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് the value of a determinant remains unchanged on changing rows into columns and columns into rows. എന്ന് പറഞ്ഞാൽ ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ റോയും കോളവും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്ത് വാല്യൂ കണ്ടുപിടിച്ചാലും ആൻസറിന് വ്യത്യാസം ഇല്ല. ഒരു ഡിറ്റർമിനൻറ്റിൻ്റെയും അതിൻ്റെ ട്രാൻസ്പോസിൻ്റെയും ഡിറ്റർമിനൻറ്റ് വാല്യൂ സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് determinant A transpose equal to determinant A. റോയും കോളവും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്ത് വാല്യൂ കണ്ടുപിടിച്ചിരുന്നാലും ആൻസറിന് വ്യത്യാസം ഇല്ല. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് A B C D E F G H I ഈക്വൽ ടു ഡിറ്റർമിനന്റ് A D G B E H C F I. നോക്കാം, റോയും കോളവും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായി, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. അപ്പോൾ റോയും കോളവും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്ത് വാല്യൂ കണ്ടുപിടിച്ചിരുന്നാലും ആൻസറിന് വ്യത്യാസം ഇല്ല. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഡിറ്റർമിനന്റ് 1 3 4 6. എങ്ങനെ വാല്യൂ കാണുക? 1 into 6 minus 4 into 3. That is 6 minus 12. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ കൊടുക്കുക. ദാറ്റ് ഇസ് ഈക്വൽ ടു -6. ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ റോ മാറ്റി എന്താക്കുക? കോളം. ദാറ്റ് ഈസ് 1 4 3 6. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായി, സെക്കൻഡ് റോ സെക്കൻഡ് കോളമായി. വാല്യൂ കാണുമ്പോൾ 1 into 6 minus 3 into 4. It is 6 minus 12 minus 6. അപ്പോൾ രണ്ടിനും നമുക്കൊരേ ആൻസറാണ് കിട്ടുക. റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്താലും വാല്യൂവിന് വ്യത്യാസം ഇല്ല. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. If in a determinant any two rows or columns are interchanged, then value of the determinant obtained is negative of the value of the given determinant. ഒരു ഡിറ്റർമിനൻറ്റിൽ രണ്ട് റോ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്താലോ രണ്ട് കോളം പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്താലോ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂവിൽ ഒരു സൈൻ ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ any two rows interchange or any two columns are interchanged, then the value of the determinant is negative of the value of the given determinant. അപ്പോൾ ഇവിടെ ഇതിൽ ഡിറ്റർമിനൻ്റ് എ ബി സി ഡി എഫ് ജി എച്ച് ഐ ഇതിൽ R1ഉം R3യും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ പുറത്തെന്ത് വരും? മൈനസ്. ഇനി വീണ്ടും നമ്മൾ രണ്ട് റോ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്താൽ ഈ മൈനസ് പ്ലസ് ആകും. അപ്പോൾ ഒരു പ്രാവശ്യം ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഒരു സൈൻ ചേഞ്ച് അതിനകത്ത് ഉണ്ടാകും. അപ്പോൾ നമുക്കതിൽ എക്സാമ്പിൾ വെച്ച് നമുക്കത് ചെയ്ത് നോക്കാം. റോയും രണ്ട് റോ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ സൈനിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുക എന്നുള്ളത് നമുക്കൊരു പ്രോബ്ലത്തിൽ ചെയ്ത് നോക്കാം. നോക്കുക, ഡിറ്റർമിനന്റ് 2 -3 5 6 0 4 1 5 -7. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 into 0 4 5 -7 -3 into determinant 6 1 6 4 1 -7 plus 5 into 6 0 1 5. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക? 2 into 0 into -7 0 -20. മൈനസ് മൈനസ് നമുക്ക് പ്ലസ് ആകും. അപ്പോൾ 3 into -42 -4 പ്ലസ് 5 into 30 -0. അപ്പോൾ ഇവിടെ 0 -20 എന്ന് പറഞ്ഞാൽ -20 ആണ്.
അപ്പോൾ 2 ഇൻറ്റു -20 -40, -42 -46 വരും. അപ്പോൾ -138 + 150. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -28. ഇനി 2 റോ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുന്നു, R1ഉം R2. അപ്പോൾ എന്താ കിട്ടുക? 604 2 -3 5 1 5 -7. നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6 ഇൻറ്റു -3 5 5 -7 -0 ഇൻറ്റു 2 5 1 -7 + 4 ഇൻറ്റു 2 -3 1 5. That is equal to 6 into 21 minus 25 minus 0 into ഏത് വാല്യൂ ആയാലും ആൻസർ 0 ആണ്, പ്ലസ് 4 into 10 minus -3. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 into -4 plus 4 into 13. That is -24 minus 52. That is equal to 28. അപ്പോൾ ആദ്യം നമുക്ക് ആൻസർ കിട്ടിയത് -28 ആണ്. 2 റോ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്തപ്പോൾ ഒരു സൈൻ ചേഞ്ച് വന്നു. അപ്പോൾ നമുക്ക് ഏത് കിട്ടി? 28. അപ്പോൾ 2 റോ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്താലോ 2 കോളം പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്താലോ ഡിറ്റർമിൻ്റെ വാല്യൂവിലൊരു സൈൻ ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ നമ്മൾ 2 പ്രോപ്പർട്ടി പഠിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ പ്രോപ്പർട്ടി നോക്കാം. ഇഫ് 2 rows or columns of a determinant are identical, then the value of the determinant is 0. ഒരു ഡിറ്റർമിനൻറ്റിൽ 2 റോ ഈക്വൽ ആകുകയാണെങ്കിലോ 2 കോളം ഈക്വൽ ആണെങ്കിലോ ആ ഡിറ്റർമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് ABC BEF ABC ഈക്വൽ ടു 0. ഇപ്പോൾ R1ഉം R3ഉം ഇവിടെ സെയിം ആണ്. അപ്പോൾ 2 റോ സെയിം ആയാൽ ആൻസർ 0. ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. ഡിറ്റർമിനൻറ്റ് 3 2 3 2 2 3 3 2 3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു 6 -6 -2 ഇൻറ്റു 6 -9 പ്ലസ് 3 ഇൻറ്റു 4 -6. ദാറ്റ് ഈസ് 3 ഇൻറ്റു 0 -2 ഇൻറ്റു -3 പ്ലസ് 3 ഇൻറ്റു -2. ദാറ്റ് ഈസ് 0 + 6 -6 ആൻസർ 0. അപ്പോൾ 2 റോ ഈക്വൽ ആയാൽ ഡിറ്റർമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0. അതുപോലെ 2 കോളം ഈക്വൽ ആയാലും ഡിറ്റർമിൻ്റെ വാല്യൂ 0 ആയിരിക്കും നമുക്ക് കിട്ടുക. നാലാമത്തെ പ്രോപ്പർട്ടി. ഇഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് എ റോ or column of a determinant is multiplied by a constant k, then the value of the determinant gets multiplied by k. ഒരു ഡിറ്റർമിനൻറ്റിൽ ഒരു റോയിലെ എലമെൻസിനെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചാൽ ആ ഒറിജിനൽ ഡിറ്റർമിനൻറ്റ് വാല്യൂവിനെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു റോയിൽ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട് എങ്കിൽ അത് നമുക്ക് കോമൺ എടുക്കാം. ഇപ്പോൾ 2 റോയിലാണെങ്കിൽ നമ്മൾ ആ 2 റോയിൽ ഓരോ റോയിൽ നിന്ന് ഓരോ കോൺസ്റ്റൻറ്റ്, അതുപോലെ ഓരോ കോളത്തിൽ നിന്ന് ഓരോ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മുടെ നോക്കി ഡിറ്റർമിനൻറ്റ് KA KB KC DEF GHI. ഫസ്റ്റ് റോയിൽ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ k അവിടെ നിന്ന് കോമൺ എടുക്കാം. ബാക്കി k ഇൻറ്റു ABC DEF GHI. മാട്രിക്സിൽ നമുക്കറിയാം എല്ലാ എലമെൻറ്റിലും കോമൺ ഉണ്ട് എങ്കിലേ നമുക്ക് കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഡിറ്റർമിനൻറ്റിൽ ഏതെങ്കിലും ഒരു റോയിലോ ഒരു കോളത്തിലോ കോമൺ ഉണ്ട് എങ്കിൽ അത് നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അതുപോലെ കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുകിൽ ഒരു റോയിൽ മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോളത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് ഡിറ്റർമിനൻറ്റിൻ്റെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാട്രിക്സിലാണെങ്കിലോ എല്ലാ എലമെൻസിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു എക്സാമ്പിൾ നോക്കാം. ഡെൽറ്റ ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് 6 4 0 1 3 0 2 1 2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6 ഇൻറ്റു 6 -0 -4 ഇൻറ്റു 2 -0 പ്ലസ് 0 ഇൻറ്റു 1 -6.
അപ്പോൾ എന്താ കിട്ടുക? 6 × 6 മൈനസ് 4 × 2 പ്ലസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 36 മൈനസ് 8 ദാറ്റ് ഈസ് 28. അപ്പോൾ ഇനി നമുക്ക് ഒന്നാമത്തെ റോയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഒന്നാമത്തെ റോയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 8 0 1 3 0 2 1 2. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ നമ്മൾ കാണുക. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കാണുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? നോക്കിയേ, ഫസ്റ്റ് റോ വെച്ച് ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ 12 × 6 മൈനസ് 0 മൈനസ് 8 × 2 മൈനസ് 0 പ്ലസ് 0 × 1 മൈനസ് 6. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 72 മൈനസ് 16 ലാസ്റ്റ് ടേം 0 ആയി പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 72 മൈനസ് 16 നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുക? ഇത് ചെയ്ത് വയ്ക്കേ, 56. അപ്പോൾ നമുക്ക് ഡെൽറ്റയുടെ ആൻസർ എത്ര കിട്ടി? 28. ഫസ്റ്റ് റോയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ 56. അപ്പോൾ ഡെൽറ്റ 1 എന്ന് പറയുന്നത് 2 × ഡെൽറ്റ. ഒരു റോയിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസറിന് ആ കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അഞ്ചാമത്തെ പ്രോപ്പർട്ടി, ഇഫ് സം ഓർ ഓൾ എലമെൻറ്റ്സ് ഓഫ് എ റോ or column of a determinant are expressed as a sum of 2 or more terms, then the determinant can be expressed as the sum of 2 or more determinants. അപ്പോൾ ഏതെങ്കിലും ഒരു റോയോ ഒരു കോളമോ രണ്ടോ അതിൽ കൂടുതലോ എലമെൻറ്റ്സിൻ്റെ സമ്മോ ഡിഫറൻസോ ആയിട്ട് എഴുതി വന്നാൽ അതിന് 2 ടേമിൻ്റെ സമ്മാണെങ്കിൽ 2 ഡിറ്റർമിനൻ്റാക്കി സ്പ്ലിറ്റ് ചെയ്യാം. ആ ഫസ്റ്റ് ടേം വെച്ചിട്ടുള്ള ഒരു ഡിറ്റർമിനൻ്റ്, സെക്കൻഡ് ടേം വെച്ചിട്ടുള്ള അടുത്ത ഡിറ്റർമിനൻ്റ്. 3 ടേംസിൻ്റെ സമ്മാണെങ്കിൽ ഇതുപോലെ 3 ഡിറ്റർമിനൻ്റാക്കി ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതാണ് അഞ്ചാമത്തെ പ്രോപ്പർട്ടിയിൽ പറയുന്നത്. അപ്പോൾ a പ്ലസ് എ ഡാഷ് ബി പ്ലസ് ബി ഡാഷ് സി പ്ലസ് ഇല്ല. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ്സ് എ ബി സി അത് വെച്ചിട്ടുള്ള ഒരു ഡിറ്റർമിനൻ്റ് പ്ലസ് സെക്കൻഡ് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? എ ഡാഷ് ബി ഡാഷ് സി ഡാഷ്. അപ്പോൾ എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് വെച്ചിട്ടുള്ള അടുത്ത ഡിറ്റർമിനൻ്റ്. അപ്പോൾ നമുക്ക് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ പ്ലസ് എ ഡാഷ് ഡിറ്റർമിനൻ്റ് എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഇ എഫ് ജി എച്ച് ഐ. അപ്പോൾ എന്താ നമ്മൾ പഠിച്ചത്? ഒരു റോയോ കോളമോ രണ്ടോ അതിൽ കൂടുതലോ എലമെൻറ്റ്സിൻ്റെ സമ്മായിട്ട് വന്നാൽ ആ ഡിറ്റർമിനൻറ്റിന് രണ്ടോ അതിൽ കൂടുതലോ ഡിറ്റർമിനൻ്റാക്കി സ്പ്ലിറ്റ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് പ്രോപ്പർട്ടി, ആറാമത്തെ പ്രോപ്പർട്ടി, in the elements of any row or column of a determinant, if we add or subtract the multiples of the corresponding elements of any other row or column, then the value of the determinant remains unchanged. എന്ന് പറഞ്ഞാൽ ഒരു റോയുടെ കൂടെ മറ്റൊരു റോയിൽ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ആദ്യത്തെ റോയുടെ കൂടെ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാം. എങ്കിൽ ഡിറ്റർമിൻ്റെ വാല്യൂവിന് വ്യത്യാസം ഇല്ല. എന്ന് പറഞ്ഞാൽ ആർ ഐയെ മാറ്റി ആർ ഐ പ്ലസ് കെ ഇൻറ്റു ആർ ജെ. ഇപ്പോൾ R1 ആണെങ്കിൽ R1 പ്ലസ് 2 ഇൻറ്റു R2 എന്നോ, R1 ഗീസ് R1 പ്ലസ് 2 ഇൻറ്റു R3 എന്നോ, അല്ലെങ്കിൽ R1 പ്ലസ് 3 ഇൻറ്റു R3 എന്നോ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. അതുപോലെ കോളത്തിനെയും നമുക്ക് മാറ്റാം. ഒരു എക്സാമ്പിൾ, ഡിറ്റർമിനൻ്റ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ. അതിന് ഫസ്റ്റ് റോയിൽ എന്ത് ചെയ്തു? ഫസ്റ്റ് കോളത്തിനെയാണ് മാറ്റിയിരിക്കുന്നത്, C1 പ്ലസ് കെ ഇൻറ്റു C2. അപ്പോൾ 6 പ്രോപ്പർട്ടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.